നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ജോഗി സ്മൃതി മണ്ഡപത്തിന്റെ പേരിൽ പണം പിരിക്കുന്നതിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് CK ജാനുവും M ഗീതാനന്ദനും. ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് നേരെ അസമിലുണ്ടായ ആക്രമണത്തിൽ കോഴിക്കോട് നഗരത്തിലും DCCയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം. കേന്ദ്ര നയങ്ങൾക്കെതിരെ സംസ്ഥാന ജീവനക്കാരും അധ്യാപകരും ആദായനികുതി ഓഫീസ് മാർച്ച് നടത്തി. രാമനാട്ടുകര നഗരസഭയിലേക്ക് വ്യാപാരികളുടെ പ്രതിഷേധ പ്രകടനം. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. ജോഗി സ്മൃതി മണ്ഡപത്തിന്റെ പേരിൽ പണം പിരിക്കുന്നതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ആദിവാസി ഗോത്ര മഹാസഭ ഭാരവാഹികൾ പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് PK കുഞ്ഞാലിക്കുട്ടിയുടെ ചിത്രം പ്രചരിപ്പിക്കുന്ന സാഹചര്യത്തിൽ കുഞ്ഞാലിക്കുട്ടിയും ലീഗും വിശദീകരണം നൽകണമെന്നും CK ജാനുവും M ഗീതാനന്ദനും ആവശ്യപ്പെട്ടു. ഇപ്പോ രക്തസാക്ഷികളെ വിറ്റ് കാശാക്കുന്ന പണി ശരിക്കും CPM പോലുള്ള പ്രസ്ഥാനങ്ങളാണ് നടത്തുന്നത്. ആദിവാസികൾ ഈ കാലം അത്രയായിട്ട് അത് നടന്നിട്ടില്ല. എവിടെ ആരും മരിച്ചാലും രക്തസാക്ഷിത്വത്തിന്റെ പേര് പറഞ്ഞ് കാശ്മീരിക്കുന്ന പണി അവർ നടത്തുന്ന അതേ പണിയാണ് ഇപ്പോ ഈ പ്രസീത ഇതിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ എന്തായാലും ജോഗിയണ്ണിന്റെ രക്തസാക്ഷിത്വം വിറ്റ് കാശ് മേടിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ജോഗിയണ്ണിന് നീതി കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള സംഭവത്തില് ഞങ്ങളുടെ കയ്യിലൊക്കെ ചില്ലിക്കാശ് പോലും പിരിവെടുത്തിട്ടാണ് അത്തരം കേസും കാര്യങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ഇത് ആദിവാസികളെ കൂട്ടമായിട്ട് അപമാനിക്കുന്ന ഒരു സമീപനമാണ്. മുത്തങ്ങ രക്തസാക്ഷി ജോഗിയുടെ പേരിൽ സ്മൃതി മണ്ഡപവും ഗവേഷണ സ്ഥാപനവും തുടങ്ങാനെന്ന പേരിൽ ജോഗിയുടെ കുടുംബത്തിന്റെയോ ആദിവാസികളുടെയോ അറിവോ സമ്മതമോ ഇല്ലാതെ സംസ്ഥാന വ്യാപകമായി പണപ്പിരിവ് നടത്തുന്നതായും ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ആദിവാസി ഗോത്ര മഹാസഭ ഭാരവാഹികളായ CK ജാനുവും M ഗീതാനന്ദനും അറിയിച്ചു. സ്നേഹക്കൂട് ചാരിറ്റബിൾ സൊസൈറ്റി എന്ന പേരിൽ പ്രസീത അഴീക്കോടിന്റെ നേതൃത്വത്തിലാണ് പണപ്പിരിവ്. PK കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം നിർവഹിക്കുന്നതിന്റെ ചിത്രം പ്രചരിപ്പിച്ചുകൊണ്ട് പണപ്പിരിവ് നടത്തുന്ന സാഹചര്യത്തിൽ PK കുഞ്ഞാലിക്കുട്ടിയും ലീഗും ഇക്കാര്യത്തിൽ വിശദീകരണം നൽകണമെന്നും അവർ ആവശ്യപ്പെട്ടു. മുൻ മന്ത്രി ശ്രീ PK കുഞ്ഞാലിക്കുട്ടിയിൽ നിന്ന് സംഭാവന സ്വീകരിച്ചുകൊണ്ടാണ് അതൊരു ഉദ്ഘാടനം ചെയ്തത്. അതിനുശേഷം ലീഗിന്റെ ചില ലീഡേഴ്സും സംഭാവന കൊടുത്തതായി ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. മുത്തങ്ങ ദിനാചരണത്തിന്റെ ഭാഗമായി ഫെബ്രുവരി 19 തകരപ്പാടി ജോഗി G അശോകൻ അനുസ്മരണം നടത്തും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് നേരെ അസമിലുണ്ടായ ആക്രമണത്തിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി കോഴിക്കോട്ട് പ്രതിഷേധ പ്രകടനം നടത്തി. പ്രതിഷേധ യോഗം KPCC ജനറൽ സെക്രട്ടറി PM നിയാസ് ഉദ്ഘാടനം ചെയ്തു. നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുകയും വാഹനം തകർക്കുകയും ചെയ്ത അസമിലെ BJP സർക്കാരിന്റെ ഫാസിസ്റ്റ് നടപടികൾക്കെതിരെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി കോഴിക്കോട് നഗരത്തിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി. പ്രതിഷേധ യോഗം KPCC ജനറൽ സെക്രട്ടറി PM നിയാസ് ഉദ്ഘാടനം ചെയ്തു. DCC ജനറൽ സെക്രട്ടറി PM അബ്ദുറഹിമാൻ അധ്യക്ഷത വഹിച്ചു. KM അഭിജിത്ത്, M ഹരിപ്രിയ, N ഷെറിൽ ബാബു, P കുഞ്ഞുമൊയ്തീൻ, VT സൂരജ്, ഷാജിർ അറഫാത്ത്, NV ബാബുരാജ് എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേന്ദ്ര നയങ്ങൾക്കെതിരെ സംസ്ഥാന ജീവനക്കാരും അധ്യാപകരും ആദായനികുതി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ആക്ഷൻ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സിന്റെയും അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയുടെയും നേതൃത്വത്തിലാണ് മാർച്ച് നടത്തിയത്.
സിവിൽ സർവീസിനെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾ തിരുത്തുക, കേരളത്തിന് അർഹതപ്പെട്ട സാമ്പത്തിക വിഹിതം അനുവദിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. അധ്യാപകരുടെയും ജീവനക്കാരുടെയും നേതൃത്വത്തിൽ ആദായനികുതി ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് NGO യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് TP ഉഷ ഉദ്ഘാടനം ചെയ്തു. കേരളം ചോദിക്കുന്ന ഈ സാമ്പത്തിക വിഹിതം എന്ന് പറയുന്നത് കേരളത്തിന് കിട്ടേണ്ട ഏതെങ്കിലും ഔദാര്യമായിട്ടല്ല കേന്ദ്ര ഗവൺമെന്റ് കാണേണ്ടത് എന്നുള്ളതാണ് ആദ്യമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. അർഹതപ്പെട്ടിട്ടുള്ള സാമ്പത്തിക വിഹിതം അനുവദിക്കാതിരിക്കുകയും വായ്പ എടുക്കാനുള്ള അവകാശത്തെ നിഷേധിക്കുകയും ചെയ്യുന്ന കേന്ദ്ര ഗവൺമെന്റ് എടുക്കുന്ന സമീപനങ്ങൾക്കെതിരെ ജനകീയ സമരങ്ങൾ കേരളത്തിലുടനീളം വളർന്നു വന്നതാണ്. പ്രിയമുള്ള സഖാക്കളെ, നവകേരള സദസ്സിന്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത് 140 കേന്ദ്രങ്ങളിലായിട്ട് കേരളത്തിന്റെ ഭരണ സംവിധാനം ഒന്നാകെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് 140 മണ്ഡലങ്ങളിലും ജനകീയ സദസ്സുകൾ സംഘടിപ്പിച്ചുകൊണ്ട് ജനസമുദ്രമായിട്ട് ഈ 140 മണ്ഡലങ്ങളിലും നവകേരള സദസ്സ് മാറിയിട്ടുണ്ട് എങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് എടുക്കുന്ന സമീപനത്തിനെതിരെ ജനകീയ രോക്ഷം കേരളത്തിലാകമാനം തന്നെ പടർന്നു പന്തലിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാതെ പോകാൻ വേണ്ടി കഴിയില്ല. ജില്ലാ കൺവീനർ VP സജീന്ദ്രൻ അധ്യക്ഷനായിരുന്നു. ആക്ഷൻ കൗൺസിൽ ജില്ലാ കൺവീനർ T സജിത് കുമാർ, ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടറി K മുകുന്ദൻ, KNTO സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഷാജു കൂടത്തിങ്കൽ, NGO യൂണിയൻ ജില്ലാ സെക്രട്ടറി ഹംസ കണ്ണാട്ടിൽ തുടങ്ങിയവരും സംബന്ധിച്ചു. KSTA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം VP രാജീവൻ, KGI സംസ്ഥാന വൈസ് പ്രസിഡന്റ് PP സുധാകരൻ, AKSTU ജില്ലാ സെക്രട്ടറി BB ബിനീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. രാമനാട്ടുകര നഗരസഭയിലേക്ക് വ്യാപാരികൾ പ്രകടനം നടത്തി. പ്രതിഷേധ മാർച്ചും ധർണയും സംസ്ഥാന സെക്രട്ടറി PK ബാപ്പു ഹാജി ഉദ്ഘാടനം ചെയ്തു. വ്യാപാരികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടായിരുന്നു പരിപാടി. വ്യാപാരികൾ അനുഭവിക്കുന്ന വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകണമെന്നാവശ്യപ്പെട്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി രാമനാട്ടുകര നഗരസഭയിലേക്ക് സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ചും ധർണയും സംസ്ഥാന സെക്രട്ടറി PK ബാപ്പു ഹാജി ഉദ്ഘാടനം ചെയ്തു. രാമനാട്ടുകര യൂണിറ്റ് പ്രസിഡന്റ് PM അജ്മൽ അധ്യക്ഷത വഹിച്ചു. KK വിനോദ് കുമാർ, പുരുഷോത്തമൻ ഫറൂഖ് കോളേജ്, കള്ളിയൻ അബ്ദുൽ ലത്തീഫ്, PPA നാസർ, MK സമീർ, PP ബഷീർ, ഷുഹൈബ് പരുത്തിപ്പാറ എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, രാമനാട്ടുകര. തിരികെ എത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കോഴിക്കോടിന്റെ വലിയ ആഘോഷങ്ങൾക്കായി റിതം ഈവന്റ് ഗലേറിയ ആപ്രോൺ ഫെസിലിറ്റിയോട് കൂടിയ കോഴിക്കോട്ടെ ഏറ്റവും വലിയ മെയിൻ സ്റ്റേജ്, 1000-ലധികം സീറ്റിംഗ് കപ്പാസിറ്റി, പുഷ് ബാക്ക് സീറ്റ്സ്, ഇരുവശങ്ങളിലും LED വാളുകൾ, ക്ലൈമറ്റ് കൺട്രോൾ ACയും, ക്രിസ്റ്റൽ ക്ലിയർ സറൗണ്ട് സൗണ്ടും, വധുവിനും വരനുമായി പ്രത്യേകം മേക്കപ്പ് റൂമുകൾ, സ്പേഷ്യസ് ലോബി, VIP ഹാൾ, 300-ലധികം ആളുകൾക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന ഡൈനിങ് ഹാൾ, ഓപ്പൺ കിച്ചൺ, വാഷ്റൂം, സപ്പോർട്ടഡ് ക്ലീനിംഗ് സ്റ്റാഫ്, സെക്യൂരിറ്റി സർവീസസ്, വാലെ പാർക്കിംഗ്, ജനറേറ്റർ ബാക്കപ്പ്, വിശാലമായ കാർ പാർക്കിംഗ് തുടങ്ങി മറ്റ് ഫെസിലിറ്റികളും. റിതം ഇവന്റ് ഗലേറിയ, പുത്തൂർ മഠം, കോഴിക്കോട്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കക്കോടി ഗ്രാമപഞ്ചായത്ത് 3ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി 2 റോഡുകൾ മന്ത്രി AK ശശീന്ദ്രൻ നാടിന് സമർപ്പിച്ചു. കക്കോടിയിൽ നടക്കുന്നത് അതിവേഗത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണെന്ന് മന്ത്രി റോഡ് ഉദ്ഘാടനത്തിൽ പറഞ്ഞു. കോട്ടക്കൽ താഴം റോഡ്, കളരി റോഡ് എന്നിവയാണ് കക്കോടി ഗ്രാമപഞ്ചായത്തിൽ മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തത്. അതിവേഗത്തിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് കക്കോടി ഗ്രാമപഞ്ചായത്തിൽ നടക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും 20 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കോട്ടക്കൽ താഴം റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചത്. തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം 2 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് കളരി റോഡ് നിർമ്മിച്ചത്.
ഈ 2023-24 എന്ന് പറഞ്ഞാൽ മാർച്ച് 31 അവസാനിക്കുന്ന വർഷത്തേക്ക് ചെലവാക്കാൻ 1,82,00,000 രൂപയാണ് കൊടുത്തിട്ടുള്ളത്. കാരണം മെമ്പർമാരെന്ന് പറയുന്നത് ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടവർ. അവർക്ക് പാർട്ടി ഉണ്ടാവും, പാർട്ടി ആയിരിക്കും അവരുടെ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരാരാ തെരഞ്ഞെടുത്തത്? അവർ തെരഞ്ഞെടുത്തത് സ്ഥാനാർത്ഥിയാക്കിയത് പാർട്ടിയാണ്. പക്ഷെ ജയിപ്പിച്ചത് വോട്ടർമാരാണ്. അപ്പൊ ആ വോട്ടർമാരോടാണ് നമ്മുടെ പ്രതിബദ്ധത, ആ വോട്ടർമാരോടുള്ള വാക്ക് പാലിക്കലാണ് നമ്മുടെ സത്യസന്ധത. അങ്ങനെ വാക്ക് പാലിച്ചുകൊണ്ട് വികസന വഴിയിലൂടെ കുറേ ദൂരം മുന്നേറാൻ ഈ ഗ്രാമപഞ്ചായത്തിന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചു. ഈ ചടങ്ങുകളെല്ലാം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് എല്ലാവരും ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP ഷീബ അധ്യക്ഷത വഹിച്ചു. ചേളന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KP സുനിൽകുമാർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TT വിനോദ്, ജില്ലാ പഞ്ചായത്ത് അംഗം EK ശശീന്ദ്രൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ താഴത്തയിൽ ജുമൈലത്ത് തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മൊയ്തു മൗലവി മ്യൂസിയം പരിസരം സെന്റ് സേവിയേഴ്സ് കോളേജ് NSS യൂണിറ്റ് വിദ്യാർത്ഥികൾ ശുചീകരിച്ചു. വൃത്തിയാക്കിയ സ്ഥലങ്ങളിൽ വിദ്യാർത്ഥികൾ ചേർന്ന് പച്ചക്കറികളും പൂന്തോട്ടവും നട്ടുവളർത്തും. കാടുപടർന്ന് പിടിച്ച മൊയ്തു മൗലവി സ്മാരക ദേശീയ സ്വാതന്ത്ര്യ സമര മ്യൂസിയം പരിസരം NSS യൂണിറ്റ് വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയിലാണ് ശുചീകരിച്ചത്. രാവിലെ 9-ന് ആരംഭിച്ച ശുചീകരണം 11 മണിക്ക് അവസാനിക്കുമ്പോൾ പരിസരം ക്ലീനായിരുന്നു. തോട്ടത്തിൽ രവീന്ദ്രൻ MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. പരിസരം വൃത്തിയാക്കുക എന്ന ഉദ്ദേശത്തോടൊപ്പം കൃത്യമായ സാമൂഹിക ഇടപെടലിനെ കുറിച്ച് കുട്ടികളിൽ ബോധവൽക്കരണം കൂടിയാണ് ലക്ഷ്യമിടുന്നത്. മ്യൂസിയം വളപ്പിൽ പൂന്തോട്ടവും പച്ചക്കറി കൃഷിയും ചെയ്യാനാണ് NSS യൂണിറ്റിന്റെ തീരുമാനം. ഇതിനായി സർക്കാരിന് പ്രൊജക്ട് കൊടുക്കുമെന്ന് പ്രിൻസിപ്പൽ പ്രൊഫസർ വർഗീസ് മാത്യു പറഞ്ഞു. ഈ ശുചീകരണത്തിന് ശേഷം ഞങ്ങൾ കുറേ പ്രോജക്റ്റുകളുണ്ട്. ഈ ഭാഗം നല്ലൊരു പൂന്തോട്ടോ പച്ചക്കറിത്തോട്ടോ വെട്ടിപിടിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. മെമ്പർ സെക്രട്ടറി KT ശേഖർ, പ്രൊഫസർ MC വസിഷ്ഠ്, അധ്യാപകരായ രശ്മി R നാഥ്, സീന ഭാസ്കർ, NSS വിദ്യാർത്ഥി പ്രതിനിധി നാദിയ ഷാജഹാൻ തുടങ്ങിയവർ സന്നിഹിതരായി. 70ഓളം NSS വിദ്യാർത്ഥികൾ സേവന പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി കൂടിയാണ് മ്യൂസിയം പരിസരം ശുചീകരിച്ചത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേരള മുസ്ലിം ജമാഅത്ത് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ റിപ്പബ്ലിക് ദിനത്തിൽ ഭരണഘടനാ സംരക്ഷണ റാലി സംഘടിപ്പിക്കും. 26-ന് വൈകുന്നേരം കാരാട് ജംഗ്ഷനിൽ നിന്നും ആരംഭിക്കുന്ന റാലി താമരശ്ശേരി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിക്കുമെന്ന് നേതാക്കൾ അറിയിച്ചു. നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയും രാജ്യത്തിന്റെ ബഹുസ്വരത കാത്തുസൂക്ഷിക്കുക എന്നുള്ളത് പൗരന്മാരെന്ന നിലയിൽ ഓരോരുത്തരുടെയും ഒരു കടപ്പാടാണ്. ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് താമരശ്ശേരിയിൽ ജില്ലാ നേതൃത്വത്തിൻ്റെ ആഭിമുഖ്യത്തിൽ റാലി നടക്കുന്നത്. ഇന്ത്യയുടെ ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിനും ബഹുസ്വരത കാത്തു സൂക്ഷിക്കുന്നതിനും കേരള മുസ്ലിം ജമാഅത്തിന്റെ ആഭിമുഖ്യത്തിൽ സുന്നി യുവജന സംഘം, സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ, സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ, സുന്നി ജമയത്തുൽ മുഅല്ലിമീൻ എന്നീ സുന്നി ഘടകങ്ങളെ കൂടി ഉൾപ്പെടുത്തിയാണ് കേരള മുസ്ലിം ജമാഅത്ത് റാലി സംഘടിപ്പിക്കുന്നത്. പരിപാടിക്ക് മുന്നോടിയായി ജനുവരി 25-ന് ജില്ലയിലെ 700 ഗ്രാമങ്ങളിൽ വിളംബര ജാഥകളും നടക്കും. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ C. മുഹമ്മദ് ഫൈസി ഭരണഘടനാ സംരക്ഷണ റാലി ഉദ്ഘാടനം ചെയ്യുമെന്ന് കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് TK അബ്ദുൾ റഹ്മാൻ ബാക്കവി, ഷൈഖ് അബൂബക്കർ, ടവർ ഡയറക്ടർ G. അബൂബക്കർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് മുഴുവൻ ഭാരതീയർക്കും അഭിമാന മുഹൂർത്തമാണെന്ന് മുൻ ADM രമാദേവി. കൽക്കുന്നത്ത് വസതിയിൽ നടന്ന അയോധ്യ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. ബേപ്പൂർ കൽക്കുന്നത്ത് ബസ്തിയിൽ അയോധ്യ ആഘോഷ പരിപാടികൾ നടന്നു. മുൻ ADM രമാദേവി ഉദ്ഘാടനം ചെയ്തു. രാമായണം പാരായണം ചെയ്യുമ്പോൾ തന്നെ മനസ്സിനെ ശുദ്ധീകരിച്ച് നമുക്ക് ആത്മബലം ലഭിക്കുമെന്നും പ്രാണപ്രതിഷ്ഠ മുഴുവൻ ഭാരതീയർക്കും അഭിമാന മുഹൂർത്തമാണെന്നും അവർ പറഞ്ഞു. രഗീഷ് തറയിൽ അധ്യക്ഷനായിരുന്നു. കർസേവകനായി 1992-ൽ അയോധ്യയിൽ പോയ KP ശ്രീശന് രാമമന്ദിരത്തിന്റെ ഫ്രെയിം ചെയ്ത ഫോട്ടോ നൽകി ഉണ്ണികൃഷ്ണൻ എമ്പ്രാന്തരി ആദരിച്ചു.
സ്മരണകളുമായി ചേർന്ന് നിൽക്കുന്ന ആദരമാവുമ്പോൾ അതിന് മധുരമേറും, ഒരുതരം ഇരട്ടി മധുരം. ആ ഇരട്ടി മധുരമാണ് എൻ്റെ മനസ്സിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത്. വിന്ധ്യാസുനിൽ, സുന്ദരൻ സി തുടങ്ങിയവരും സംസാരിച്ചു. തുടർന്ന് പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ പ്രദർശിപ്പിച്ചു. പായസ വിതരണവും അമൃത ഭോജനവും നടന്നു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കോഴിക്കോടിന്റെ വലിയ ആഘോഷങ്ങൾക്കായി റിതം ഈവന്റ് ഗലേറിയ ആപ്രോൺ ഫെസിലിറ്റിയോട് കൂടിയ കോഴിക്കോട്ടെ ഏറ്റവും വലിയ മെയിൻ സ്റ്റേജ്, 1000-ലധികം സീറ്റിംഗ് കപ്പാസിറ്റി, പുഷ് ബാക്ക് സീറ്റ്സ്, ഇരുവശങ്ങളിലും LED വാളുകൾ, ക്ലൈമറ്റ് കൺട്രോൾ AC-യും, ക്രിസ്റ്റൽ ക്ലിയർ സറൗണ്ട് സൗണ്ടും, വധുവിനും വരനുമായി പ്രത്യേകം മേക്കപ്പ് റൂമുകൾ, സ്പേഷ്യസ് ലോബി, VIP ഹാൾ, 300-ലധികം ആളുകൾക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന ഡൈനിങ് ഹാൾ, ഓപ്പൺ കിച്ചൺ, വാഷ്റൂം, സപ്പോർട്ടഡ് ക്ലീനിംഗ് സ്റ്റാഫ്, സെക്യൂരിറ്റി സർവീസസ്, വാലെ പാർക്കിംഗ്, ജനറേറ്റർ ബാക്കപ്പ്, വിശാലമായ കാർ പാർക്കിംഗ് തുടങ്ങി മറ്റ് ഫെസിലിറ്റികളും. റിതം ഈവന്റ് ഗലേറിയ, പുത്തൂർ മഠം, കോഴിക്കോട്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. RK പൊറ്റശ്ശേരി പുരസ്കാര സമർപ്പണവും കവിയരങ്ങും കാരിക്കേച്ചറും ജനുവരി 26-ന് കോഴിക്കോട് ടൗൺ ഹാളിൽ നടക്കും. 5ാമത് RK പൊറ്റശ്ശേരി പുരസ്കാരം ചിത്രകലാകാരൻ അനിരുദ്ധൻ എട്ടുവീട്ടിലിന് നൽകുമെന്നും ഗുരുകുലം ആർട്ട് വില്ലേജ് സാരഥികൾ അറിയിച്ചു. RK പൊറ്റശ്ശേരി ഫൗണ്ടേഷന്റെ സഹകരണത്തോടെയാണ് ഈ 5ാമത് RK പൊറ്റശ്ശേരി പുരസ്കാരം നൽകുന്നത്. ഇത് പ്രശസ്ത ചിത്രകാരനും എഴുത്തുകാരനും സിനിമ അസോസിയേറ്റ് ഡയറക്ടർ എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന അനിരുദ്ധൻ എട്ടുവീട്ടിൽ എന്ന ചിത്രകലാധ്യാപകനാണ് ഈ പുരസ്കാരത്തിന് അർഹനായിട്ടുള്ളത്. ഗുരുകുലം ആർട്ട് വില്ലേജിന്റെയും RK പൊറ്റശ്ശേരി ഫൗണ്ടേഷന്റെയും സഹകരണത്തോടെ 5ാമത് RK പൊറ്റശ്ശേരി പുരസ്കാരം പ്രശസ്ത ചിത്രകാരനും എഴുത്തുകാരനും സിനിമ അസോസിയേറ്റ് ഡയറക്ടറുമായ അനിരുദ്ധൻ എട്ടുവീട്ടിൽ എന്ന ചിത്രകലാ അധ്യാപകന് നൽകും. 10,001 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ജനുവരി 26-ന് വെള്ളിയാഴ്ച കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ ഡോക്ടർ ആർസു ഉപഹാരം സമർപ്പിക്കും. കവിയരങ്ങ് പ്രശസ്ത കവി PP ശ്രീധരൻ ഉണ്ണി ഉദ്ഘാടനം ചെയ്യും. കവിയരങ്ങും കാരിക്കേച്ചറുമാണ്. സാധാരണ കവിയരങ്ങ് സ്റ്റേജിൽ നടക്കാറുണ്ട്, പക്ഷെ അവിടെ ആ സമയം തന്നെ കാരിക്കേച്ചർ ചെയ്യുന്ന ഒരു പതിവ് രീതി വളരെ കുറവാണ്. അത് പബ്ലിക്കിന് പരിചയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് കവിയരങ്ങും കാരിക്കേച്ചർ എന്നുള്ള പരിപാടി പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത് പ്രശസ്തനായ ഒരു കാരിക്കേച്ചറിസ്റ്റാണ് നൗഷാദ് മാഷാണ് അദ്ദേഹം കാരിക്കേച്ചർ ചെയ്യുന്നത്. 2ാമത് RK പുരസ്കാരം നേടിയ ബിനുരാജ് കലാപീഠത്തിനുള്ള പുരസ്കാരം സുരേഷ് കുത്തുപറമ്പ് നൽകും. ചിത്രകാരൻ നൌഷാദ് വെള്ളലശ്ശേരി കാരിക്കേച്ചർ ഉദ്ഘാടനം നിർവഹിക്കുമെന്നും ഗുരുകുലം ബാബു, റഷീദ് പൂനൂർ, രവി ഇന്ദ്രൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ബേപ്പൂർ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം 2 ദിവസങ്ങളിലായി നടന്നു. താലപ്പൊലിയും ആഘോഷപരവും ആകർഷകമായി. തിറയാട്ടങ്ങളും വെള്ളാട്ടുകളും ആചാര തനിമയോടെ നടത്തി. ബേപ്പൂർ വെള്ളക്കനാട്ട് പറമ്പ് ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ ഉത്സവ പരിപാടികൾക്കായി നാടൊന്നാകെ ഒത്തുചേർന്നു. വെള്ളാട്ടുകളും തിറയാട്ടങ്ങളുമാണ് ഉത്സവത്തിലെ പ്രധാന കാഴ്ചകൾ. ആചാരാനുഷ്ഠാനങ്ങളോടെയാണ് ക്ഷേത്രത്തിലെ മൂർത്തികളുടെ വെള്ളാട്ടുകൾ നടന്നത്. ഭുവനേശ്വരി തിറയുടെയും താലപ്പൊലിയുടെയും അകമ്പടിയോടെ തോട്ടുങ്ങൽ ഗുരുക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ട ആഘോഷവരവിൽ സ്ത്രീകളും കുട്ടികളും അണിനിരന്നു. ശിങ്കാരിമേളം ഫ്യൂഷൻ ആഘോഷവരവിനെ ആകർഷകമാക്കി. രണ്ട് ദിവസങ്ങളിൽ നടന്ന ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി സഹസ്രനാമജപം, നൃത്താവതരണം, മെഗാ തിരുവാതിര എന്നിവയും അരങ്ങിലെത്തി. ഗണപതി ഹോമത്തോടെ ആരംഭിച്ച ചടങ്ങുകൾ തിറയാട്ടത്തോടെ സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ.
കോഴിക്കോട് ബ്രിഡ്ഫോർട്ട് അക്കാദമിയുടെ അഡ്വാൻസ്ഡ് സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സുകൾക്ക് ചേരുന്നവർക്ക് വർഷാരംഭ ഓഫറുകൾ. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 പേരിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന 5 പേർക്ക് ദുബായ് യാത്രയും 5 പേർക്ക് മലേഷ്യ യാത്രയുമാണ് ബ്രിഡ്ഫോർട്ട് വാഗ്ദാനം നൽകുന്നത്. 10 പേർക്ക് സ്വർണ്ണ നാണയം, 10 പേർക്ക് വയനാട് റിസോർട്ടിൽ താമസം തുടങ്ങിയവയും ബ്രിഡ്ഫോർട്ട് നൽകുന്നുണ്ട്. IELTS, OET, PTE സെന്റർ എന്ന നിലയിൽ രാജ്യത്തെ മികച്ച ഇംഗ്ലീഷ് ഭാഷാ പരിശീലനം നൽകുന്ന സ്ഥാപനമായ ബ്രിഡ്ഫോർട്ടിൽ നിന്ന് കഴിഞ്ഞ 5 വർഷങ്ങൾ കൊണ്ട് 500 ബാച്ചുകളാണ് പുറത്തിറങ്ങിയത്. അഡ്വാൻസ്ഡ് കമ്മ്യൂണിക്കേറ്റീവ് മാസ്റ്ററി ഇൻ ഇംഗ്ലീഷ്, IELTSന്റെ സ്റ്റേ ആൻഡ് സ്റ്റഡി ക്യാമ്പസ് തുടങ്ങിയ കോഴ്സുകൾ കഴിഞ്ഞിറങ്ങിയ 50,000 പേരടങ്ങുന്ന കമ്മ്യൂണിറ്റിയുടെ പിൻബലമുള്ള ബ്രിഡ്ഫോർട്ടിന് കോഴിക്കോടിന് പുറമെ കൊച്ചി, ബാംഗ്ലൂർ, ഡൽഹി, വിജയവാഡ, തൃശൂർ, ട്രിവാൻഡ്രം എന്നിവിടങ്ങളിലും പഠന കേന്ദ്രങ്ങളുണ്ട്. തൊടുപുഴ, തിരൂർ, ചേർത്തല എന്നിവിടങ്ങളിൽ അടുത്തിടെ തന്നെ അക്കാദമി കേന്ദ്രങ്ങൾ ആരംഭിക്കും. മോണ്ടസോറി ടീച്ചർ ട്രെയിനിംഗ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഡിപ്ലോമ പ്രോഗ്രാമുകൾ തുടങ്ങിയ കോഴ്സുകളുള്ള ബ്രിഡ്ഫോർട്ട് സമീപ ഭാവിയിൽ 100 ബ്രാഞ്ചുകൾ ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കോഴ്സ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ്, ഈ കോഴ്സിൽ ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. കാരണം ഈ ഹെൽത്ത് റിലേറ്റഡ് ആയ കോഴ്സിൽ പോകുന്ന വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. പക്ഷേ ഇന്ന് അതിന് ഭയങ്കര ഫീസാണ്. 1 ലക്ഷത്തിന് മേലെയാണ് അതിൻ്റെ ഫീസ്. പക്ഷെ അത് ഫീസില്ലാതെ തന്നെ അവർക്ക് തൊഴിൽ ബ്രിഡ്ഫോർട്ടിനോടൊപ്പം പാർട്ട് ടൈം ജോബ് ചെയ്ത് അവർക്ക് പൂർണ്ണമായി കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാവുന്ന ഒരു വലിയൊരു അവസരം ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. CEO നൌഷാദ് നീലഗിരീസ്, MD KMK ലാഹിർ, CEO ജാബിർ, കൊച്ചി മാനേജർ സായിദ ഹരീഫ, HR മാനേജർ അഞ്ജന എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ KSSPU-വിന്റെ അരക്കിണർ യൂണിറ്റ് സമ്മേളനം തട്ടാടത്തുകാവ് AMLP സ്കൂളിൽ വെച്ച് നടന്നു. പ്രകടനത്തോടെ സമ്മേളന പരിപാടികൾ ആരംഭിച്ചു. നഗരാസൂത്രണ സ്ഥിരം സമിതി ചെയർപേഴ്സൺ K കൃഷ്ണകുമാരി ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ചിന്നമ്മ അലക്സ് അധ്യക്ഷത വഹിച്ചു. പ്രവർത്തന റിപ്പോർട്ട് K രാജേന്ദ്രനും വരവ് ചെലവ് കണക്കുകൾ AC മോഹനനും സംഘടനാ റിപ്പോർട്ട് K ഗോപാലകൃഷ്ണപിള്ളയും അവതരിപ്പിച്ചു. മുതിർന്ന അംഗങ്ങളെയും ആദരിച്ചു. 47ാം ഡിവിഷൻ കൗൺസിലർ M ഗിരിജ ടീച്ചർ പ്രത്യേക ക്ഷണിതാവായി പങ്കെടുത്തു. ബ്ലോക്ക് സെക്രട്ടറി C മദനമാധവൻ, വൈസ് പ്രസിഡന്റ് VR അംബിക, P ജയചന്ദ്രൻ, P ബാലചന്ദ്രൻ തുടങ്ങിയവരും സംസാരിച്ചു. പുതിയ കമ്മിറ്റി ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജോഗി സ്മൃതി മണ്ഡപത്തിന്റെ പേരിൽ പണം പിരിക്കുന്നതിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് CK ജാനുവും M ഗീതാനന്ദനും. ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് നേരെ അസമിലുണ്ടായ ആക്രമണത്തിൽ കോഴിക്കോട് നഗരത്തിലും DCCയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം. കേന്ദ്ര നയങ്ങൾക്കെതിരെ സംസ്ഥാന ജീവനക്കാരും അധ്യാപകരും ആദായനികുതി ഓഫീസ് മാർച്ച് നടത്തി. രാമനാട്ടുകര നഗരസഭയിലേക്ക് വ്യാപാരികളുടെ പ്രതിഷേധ പ്രകടനം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.